പരിശീലനത്തിലായിരുന്ന വനിതാ IPS ഉദ്യോഗസ്ഥയെ റൂമിൽ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കേസിൽ പ്രതിയായ പ്രൊബേഷണറി IPS ഓഫീസർ ഉദയ് കൃഷ്ണ റെഡ്ഡിയെ ബോധരഹിതനായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൈദരാബാദിലെ കുടുംബ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെയാണ് ഉദയ് കുഴഞ്ഞു വീണത്. തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഇയാളെ അടിയന്തരമായി സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആദ്യം സാനിറ്റൈസറോ വിഷമോ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും ഡോക്ടർമാർ അത് തള്ളി. വയർ കഴുകിയപ്പോൾ വിഷാംശമുള്ള മരുന്നുകളുടെയോ മറ്റു വസ്തുക്കളുടെയോ സാന്നിധ്യം കണ്ടെത്താനായില്ല. എന്നാൽ ഇയാളുടെ രക്തത്തിൽ ഉയർന്ന അളവിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച പീഡനക്കേസ് വാർത്തകൾ നിറഞ്ഞതോടെ ഉദയ് കൃഷ്ണ റെഡ്ഡി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സഹോദരൻ വ്യക്തമാക്കുന്നുണ്ട്. കിടപ്പുമുറിയിൽ മദ്യക്കുപ്പിയും സാനിറ്റൈസർ കുപ്പിയും കണ്ടെത്തിയതിനെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമമാണെന്ന് കുടുംബം ആദ്യം സംശയിച്ചത്. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് അവകാശപ്പെട്ട് ഉദയ് കൃഷ്ണ റെഡ്ഡി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. പരാതിക്കാരിയായ വനിതാ IPS ഉദ്യോഗസ്ഥയും താനും തമ്മിൽ മുൻപ് പ്രണയത്തിലായിരുന്നുവെന്നും അവരുടെ വിവാഹശേഷവും ആ ബന്ധം തുടരാൻ അവർ തന്നെ നിർബന്ധിച്ചിരുന്നുവെന്നുമാണ് ഉദയ് കുറിപ്പിൽ അവകാശപ്പെടുന്നത്. 2025 ജൂൺ മുതൽ തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നാണ് ഉദയ് പറയുന്നത്. ഞാൻ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നില്ല. പരാതിക്കാരി നിർബന്ധം പിടിച്ച് എന്റെ മുറിയിലേക്ക് വരികയായിരുന്നു. ഇതിനുള്ള വാട്സപ്പ് ചാറ്റുകൾ എന്റെ കയ്യിലുണ്ട്. ജൂലൈ 9 ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞവർ തനിയെ എന്റെ മുറിയിലേക്ക് വന്നു. ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും എന്നെ ബലമായി കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തു. തുടർന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി അവർ സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുക്കുകയായിരുന്നു. റൂമിൽ വെച്ച് വഴക്കുണ്ടായപ്പോൾ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ പരിശീലനം നേടുന്ന 30-കാരിയായി വനിതാ IPS ഉദ്യോഗസ്ഥ നൽകിയ പരാതിയിലാണ് അറ്റാപൂർ പോലീസ് ഉദയ് കൃഷ്ണ റെഡ്ഡിക്കെതിരെ കേസെടുത്തിരുന്നത്. അതിനുശേഷമാണ് ഉദയ് കൃഷ്ണ റെഡ്ഡിയുടെ ഈ തുറന്നു പറച്ചിൽ വരുന്നത്. അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, ശാരീരികമായി ആക്രമിച്ചു, മുറിയിൽ പൂട്ടിയിട്ട് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി, അനുമതിയില്ലാതെ സ്വകാര്യ വീഡിയോ ചിത്രീകരിച്ചു ഭർത്താവിന് അയച്ചു തുടങ്ങിയ കടുത്ത ആരോപണങ്ങളാണ് പരാതിക്കാരി ഇയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഉദയ് ആശുപത്രിയിലായ സംഭവത്തിൽ പോലീസിന് നിലവിൽ പ്രത്യേക പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ട്രെയിനിങ് അക്കാദമിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച വനിതാ IPS ഉദ്യോഗസ്ഥ ഉന്നയിച്ച ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങളും തൊട്ടു പിന്നാലെ ഉണ്ടായ ആശുപത്രിവാസവും പ്രൊബേഷണറി IPS ഓഫീസർ ഉദയ് കൃഷ്ണ റെഡ്ഡിയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. പ്രണയപ്പകയും വ്യക്തിവൈരാഗ്യവുമാണ് പരാതിക്ക് പിന്നിലെന്ന പ്രതിയുടെ വാദങ്ങളും അതിക്രമത്തിനും ഭീഷണിക്കുമെതിരെ പരാതിക്കാരി നൽകിയ വ്യക്തമായ തെളിവുകളും കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. മദ്യത്തിന്റെ സാന്നിധ്യവും കടുത്ത മാനസിക സമ്മർദ്ദവുമാണ് ഉദയുടെ ആരോഗ്യ നില വഷളാക്കിയതെന്ന് വ്യക്തമായതോടെ നിലവിൽ പ്രത്യേക കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യാതെ പോലീസ് കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. എങ്കിലും നിയമപാലകരാകാൻ പരിശീലനം നേടുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്നുണ്ടായ ഈ സംഭവം സിവിൽ സർവീസ് മേഖലയ്ക്കും പോലീസ് സേനയ്ക്കും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.